ഫൈനൈറ്റ് എലമെന്റ് മെത്തേഡ് ഡിസൈൻ പർപ്പസിന് വേണ്ടിയും കൂടാതെ വിവിധ തരത്തിലുള്ള എഞ്ചിനീയറിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനുമാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു മെത്തേഡ് പെർഫോം ചെയ്യാനായിട്ട് 600-ൽ പരം സോഫ്റ്റ്വെയർ ആണ് ഇന്ന് നിലവിലുള്ളത്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഡെഫിനിഷൻ പഠിക്കുന്ന കൂട്ടത്തിൽ പോകെ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാം. FEM ഫൈനൈറ്റ് എലമെന്റ് മെത്തേഡ്. ഫൈനൈറ്റ് എലമെന്റ് മെത്തേഡ് എന്നത് ഒരു പോപ്പുലർ മെത്തേഡാണ്. അത് തന്നിരിക്കുന്ന കോംപ്ലക്സ് പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. തന്നിരിക്കുന്ന കോംപ്ലക്സ് പ്രോബ്ലത്തിലെ സ്ട്രക്ചർ അതിപ്പം സർക്കിൾ ആകാം, അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ ആകാം, സ്ക്വയർ ആകാം, അതും അല്ലെങ്കിൽ ഇറഗുലർ ഷേപ്പ് ഒക്കെ ആകാം. സോ ഈ സ്ട്രക്ചറിനെ ആദ്യം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആക്കുന്നു. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആക്കുന്നു. ഈ എലമെൻറ്റ്സിൽ നിന്നുമാണ് എന്ത് ചെയ്യുന്നത്, സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഒരു കോംപ്ലക്സ് പ്രോബ്ലം നമുക്ക് എടുക്കാം. ഒരു സർക്കിള്, ഈ ഒരു സർക്കിളിൻ്റെ പെരിമീറ്റർ ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. പെരിമീറ്റർ എന്ന് പറയുന്നത് 2πr ആണ്. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യനിലെ ഡേറ്റാസിൽ റേഡിയസ് കൊടുത്തിട്ടില്ല. സോ അതുകൊണ്ടാണ് ഇതൊരു കോംപ്ലക്സ് പ്രോബ്ലമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഫൈനൈറ്റ് എലമെന്റ് മെത്തേഡ് നമ്മൾ ഡെഫിനിഷൻ പറഞ്ഞത് സാധാരണ തന്നിരിക്കുന്ന സ്ട്രക്ചർ, ഇതൊരു സർക്കിളാണ്, അതിനെ എലമെൻറ്റ്സ് ആയി കൺവേർട്ട് ചെയ്യണം. ഞാനിതിനെ 4 എലമെൻ്റായി കൺവേർട്ട് ചെയ്തു. 1 2 3 4. എന്നിട്ട് സർക്കിളിൻ്റെ പെരിഫറിയിൽ 4 പോയിന്റ് ഇട്ടു. എന്നിട്ട് ഈ പോയിന്റുകളെ ഞാൻ ജോയിൻ ചെയ്തു. ഇനി ഈ സൈഡ്, ഓരോന്നിൻ്റെയും സൈഡ് ഞാൻ മെഷർ ചെയ്യുകയും ഈ മെഷർ ചെയ്ത ടോട്ടൽ സൈഡാണ് ഇവിടെ കിട്ടിയ പെരിമീറ്ററിൻ്റെ ആൻസർ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ 4 എലമെൻറ്റിന് പകരം 8 എലമെൻ്റ് ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ കിട്ടിയിരിക്കുന്ന ആൻസർ എന്ന് പറയുന്നത് കുറച്ചുകൂടെ അക്യുറേറ്റ് ആയിരിക്കും. 16 എലമെൻ്റ് ആയിട്ടാണ് ഞാൻ കൺവേർട്ട് ചെയ്യുന്നത് എങ്കിൽ കിട്ടുന്ന ആൻസർ വീണ്ടും കുറച്ചുകൂടെയും അക്യുറേറ്റ് ആയിരിക്കും. എലമെൻറ്റിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ആൻസർ അക്യുറേറ്റ് ആകുന്നതും കൂടിക്കൊണ്ടിരിക്കും. വേറൊരു എക്സാമ്പിൾ എടുക്കാം. ഞാൻ ഒരു ഇറഗുലർ ഷേപ്പാണ് ഇവിടെ വരച്ചത്. ഇതൊരു ഇറഗുലർ ഷേപ്പാണ്. ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. വേറെ ഡേറ്റ ഒന്നുമില്ല. അപ്പം ഇതിനെ എല്ലാത്തിനെയും ഞാൻ ഒരു ജോമെട്രി ആക്കി കൺവേർട്ട് ചെയ്തു. ഒരു റെഗുലർ ജോമെട്രി ആക്കിയിട്ടുണ്ട്. സോ ഇതിപ്പോൾ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലാണ് ഇരിക്കുന്നത്. സോ ഇവിടെയുള്ള എല്ലാം റെക്റ്റാങ്കുലറിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഈ ഭാഗം ഇറഗുലർ ആണ്. അപ്പോൾ ഈ ഇറഗുലർ ഭാഗത്തുള്ള ഏരിയ കണ്ടുപിടിക്കാൻ വീണ്ടും ഇതിനെ ജോമെട്രി ആക്കി കൺവേർട്ട് ചെയ്യണം. എന്നിട്ട് ഈ ഭാഗത്തെ ഏരിയയും ഈ ഭാഗത്തെ ഏരിയയും എല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ് ഏരിയ ഓഫ് ദിസ് ഷേപ്പ് കണ്ടെത്താൻ പറ്റും. The finite element method, FEM, is a numerical method for finding solution of a complex problem by dividing the structure into a number of elements. Definition already discussed ഇതാണ്. Second point, the practical application of finite element method is known as finite element analysis. Finite element methodന്റെ പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്ന ആപ്ലിക്കേഷനെയാണ് വിളിക്കുന്ന പേരാണ് ഫൈനൈറ്റ് എലമെന്റ് അനലൈസിസ്. ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ പ്രോബ്ലംസ് ഫോർ വിച്ച് നോ എക്സാക്ട് സൊല്യൂഷൻ ഈസ് അവൈലബിൾ. ഈ ഒരു മെത്തേഡ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസറോ അല്ലെങ്കിൽ സൊല്യൂഷനോ കിട്ടാത്ത പ്രോബ്ലത്തിലായിരിക്കും. എൻജിനീയേഴ്സ് നീഡ് ടു യൂസ് FEM ടു ഇവാലുവേറ്റ് ദെയർ ഡിസൈൻസ്. എന്ന് വെച്ചാൽ എൻജിനീയേഴ്സിന് FEM മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഡിസൈൻസ് വിലയിരുത്താൻ സാധിക്കും, അല്ലെങ്കിൽ അനലൈസ് ചെയ്യാൻ സാധിക്കും.
ഇനി ഏതൊക്കെ സോഫ്റ്റ്വെയർസ് ആണെങ്കിൽ ഉള്ളത് നോക്കാം. ക്വിക്ക് ഫീൽഡ്, ആൻസിസ്, അബാക്കസ്, നസ്രാൻ, നാസ സ്ട്രക്ചറൽ അനലൈസിസ്. നസ്രാൻ ആക്ച്വലി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് നാസയാണ്, അതുകൊണ്ടാണ് നാസ സ്ട്രക്ചറൽ അനലൈസിസ് എന്ന് വിളിപ്പേര് വന്നിരിക്കുന്നത്. റൈസ, ETABS, Extended Three-Dimensional Analysis of Building System, SolidWorks, Dune, Distributed and Unified Numerics, Environment, FE-Bio, Finite Elements for Biomechanics, OpenSeas, Open System for EdCoke Engineering, Simulation, MATLAB. Mechanical engineering, aerospace engineering, civil engineering, automotive engineering, structural engineering, nuclear engineering. So ഇതുപോലെ various engineering ഫീൽഡിൽ FEM applicable ആണ്. Next, electromagnetic field, soil mechanics, biomechanics, stress analysis, structural analysis, electrostatic current, electrostatic voltage, acoustics, manufacturing process, vibration analysis, deflection analysis, electrostatic current, heat transfer, geomechanics, fluid flow. ഇതുപോലെയുള്ള എല്ലാം എങ്ങനെയാണ് മെറ്റീരിയലിൻ്റെ അല്ലെങ്കിൽ പ്രോഡക്റ്റിൽ ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആപ്ലിക്കേഷനിൽ കൊടുത്തിരിക്കുന്നത്. FEM allows for easier modeling of complex geometrical and irregular shapes. എന്ന് വെച്ചാൽ FEM കോംപ്ലക്സ് ജോമെട്രിക്കൽ അതേപോലെ തന്നെ ഇറഗുലർ ഷേപ്സിൻ്റെയൊക്കെ മോഡൽ ഉണ്ടാക്കാനൊക്കെ വളരെ എളുപ്പം സഹായിക്കുന്നു. ഇറ്റ് ക്യാൻ ഹാൻഡിൽ ജനറൽ ബൗണ്ടറി കണ്ടീഷൻസ്. ഇറ്റ് ക്യാൻ ഹാൻഡിൽ ജനറൽ ലോഡിംഗ് കണ്ടീഷൻസ്. എന്ന് വെച്ചാൽ FEM മെത്തേഡിന് സാധാരണയുള്ള ബൗണ്ടറി കണ്ടീഷൻസ്, ലോഡിംഗ് കണ്ടീഷൻസ് ഒക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നു. ഇറ്റ് ക്യാൻ ഹാൻഡിൽ എ വൈഡ് വെറൈറ്റി ഓഫ് എഞ്ചിനീയറിംഗ് പ്രോബ്ലംസ്. എന്ന് വെച്ചാൽ FEM മെത്തേഡിന് വ്യത്യസ്ത തരത്തിലുള്ള എഞ്ചിനീയറിംഗ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും സൊല്യൂഷൻ കണ്ടെത്താനും പറ്റുന്നു. ഇറ്റ് ഗീവ്സ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ റിസൾട്ട് ഓഫ് അനലൈസിസ്. എന്ന് വെച്ചാൽ ഇപ്പം ഞാനൊരു റെക്റ്റാങ്കുലർ ബീമിലേക്ക് ഒരുപാട് ലോഡിങ്സ് അപ്ലൈ ചെയ്യുകയും അതേപോലെ തന്നെ വൈബ്രേഷൻ, ഡിസ്പ്ലേസ്മെൻ്റ് ഒക്കെ കൊടുക്കുകയും അതിൻ്റെ റിസൾട്ടിനെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആയിട്ട് കാണിക്കാൻ സാധിക്കുന്നു. കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, ഈസി മോഡിഫിക്കേഷൻ. തന്നിരിക്കുന്ന പ്രോഡക്റ്റിനെ വളരെ എളുപ്പത്തിൽ മോഡിഫൈ ചെയ്യാൻ സാധിക്കുന്നു. അക്യുറസി. ഇപ്പോൾ ഒരു കോംപ്ലക്സ് പ്രോബ്ലമാണ് തന്നിരിക്കുന്നത് എങ്കിൽ അതിൽ നിന്നും അക്യുറേറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ലഭിക്കാൻ സാധിക്കുന്നു. ദെൻ ലാസ്റ്റ് വൺ, ടൈം ഡിപ്പെൻഡൻറ്റ്. ഈ മെത്തേഡ്, ഫൈനൈറ്റ് എലമെന്റ് മെത്തേഡ്, ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതായിരിക്കും. ഡിസ്അഡ്വാൻറ്റേജസ്. FEM models can be very difficult and expensive to build. FEM മോഡൽസ് വളരെയധികം പ്രയാസകരവും അതുപോലെ തന്നെ അതിനെ നിർമ്മിക്കാൻ ചിലവേറിയതുമാണ്. A powerful computer and reliable FEM software are essential. ഹൈ പെർഫോമൻസ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ വേണം, അതേപോലെ തന്നെ ട്രസ്റ്റ്വർത്തി ആയിട്ടുള്ള FEM സോഫ്റ്റ്വെയർ ആണ് നമുക്ക് മെയിൻലി വേണ്ടത്, എസെൻഷ്യൽ ആയിട്ട് വേണ്ടത്. Experience and judgment are needed in order to construct a good finite element model. നല്ലൊരു ഫൈനൈറ്റ് എലമെന്റ് മോഡൽ ഉണ്ടാക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ മെയിൻലി വേണം. എക്സ്പീരിയൻസ് വേണം, ഒരുപാട് നാളത്തെ വർക്കിംഗ് എക്സ്പീരിയൻസ് വേണം. രണ്ടാമത് ജഡ്ജ്മെന്റ്, തെറ്റ് ഏതാണ് ശരി ഏതാണ് എന്ന് നിർണ്ണയിക്കാനുള്ള കഴിവ് വേണം. FEM has inherent errors. FEMന് സ്വാഭാവികമായിട്ടും ഇറേഴ്സ് വരാം, തെറ്റുകൾ വരാം. മിസ്റ്റേക്സ് ബൈ യൂസേഴ്സ് ക്യാൻ ബി ഫേറ്റൽ. FEM മെത്തേഡ് ഉപയോഗിക്കുന്നവർക്കും തെറ്റുകൾ സംഭവിക്കാം.
FEM packages are costly. FEM package എന്നിവിടെ ഉദ്ദേശിക്കുന്നത് FEM സോഫ്റ്റ്വെയർ ആണ്. FEM സോഫ്റ്റ്വെയർ അഫോർഡബിൾ റേറ്റിൽ നമുക്ക് വാങ്ങാൻ കഴിയില്ല, നല്ല എക്സ്പെൻഡിച്ചർ ആണ്. The result gives solutions not remedies. ഒരു കോംപ്ലക്സ് പ്രോബ്ലം എടുത്താൽ അതിന്റെ സൊല്യൂഷൻ ആൻസർ കിട്ടും, പക്ഷെ അതിന്റെ ഒരു പരിഹാരം ഒരിക്കലും അവർ പറഞ്ഞു തരില്ല.